ഓം ശാന്തി. മനസ്സ് ഏകാഗ്രമാണ്. ചഞ്ചല സങ്കല്പങ്ങൾ സെക്കൻഡിൽ സമാപ്തമാക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ അതിസൂക്ഷ്മ ജ്യോതിബിന്ദു ആത്മാവാണ്. അഞ്ച് തത്വങ്ങളാൽ നിർമ്മിതമായ ഈ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹത്തിൽ നിന്നും ഭിന്നമായി വേറിട്ട അനുഭവം ചെയ്യുന്നു. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായി കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മം ചെയ്യിക്കുന്ന ഞാൻ കരാവനഹാരാത്മാവാണ്. എപ്പോൾ ആവശ്യമാണോ കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരമെടുത്ത് കർമ്മം ചെയ്യിക്കുന്നു. എപ്പോൾ ആവശ്യമാണോ ദേഹത്തിൽ നിന്നും ഭിന്നമായി വിദേഹിയാകുന്നു. ഞാൻ ചെയ്യുന്നവനാണെന്നുള്ള ഭാവത്തിൽ നിന്നും മുക്തമാകുന്നു. ദേഹഭാനത്തിൽ നിന്നും ഭിന്നമായി ഞാൻ ഒരു വിദേഹി ആത്മാവാകുന്നു. ടീച്ചറായ ബാബ വിദേഹിയാണ്. ദേഹമില്ല. ഞാൻ വിദേഹി ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നു. ഓർമ്മിച്ചോർമ്മിച്ച് എപ്പോൾ പരീക്ഷ പൂർത്തിയാകുന്നുവോ അപ്പോൾ വീട്ടിലേക്ക് പോകും. ബാബ മനസ്സിലാക്കി തരികയാണ്, സാക്ഷാത്കാരത്തിലൂടെയോ അഥവാ ദൃഷ്ടി പതിയുന്നതിലൂടെയോ പാപമില്ലാതാവുന്നില്ല, മുക്തി ലഭിക്കുന്നില്ല. ഓർമ്മയുടെ പരിശ്രമത്തിലൂടെ കർമാതീത അവസ്ഥയുണ്ടാകുന്നു. എന്നിൽ 84 ജന്മങ്ങളുടെ പാർട്ടടങ്ങിയിരിക്കുന്നു. വീണ്ടും അത് അഭിനയിക്കണം. പിന്നീട് അതിനെപ്പറ്റി ഓർമ്മയുണ്ടാകുന്നില്ല. ടീച്ചറായ ബാബ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കി തരുന്നു. ഒപ്പം തീർച്ചയായും ടീച്ചറിനെ ഓർമ്മിക്കണം. അതിനാൽ ബാബ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നു, മന്മനാഭവ. ഞാൻ സ്വയത്തെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ബാബയെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നില്ലല്ലോ എന്ന്. ഈ സൃഷ്ടിയുടെ ചക്രം
എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന ജ്ഞാനം ഞാൻ ആത്മാവിന് അച്ഛനിൽ നിന്നാണ് ലഭിച്ചത്. സ്വദർശന ചക്രത്തെ ധാരണ ചെയ്ത് പാപങ്ങളെ ഇല്ലാതാക്കണം. ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമ്മം വിനാശമാക്കുന്നു. ഞാൻ പാപമില്ലാതാക്കാനുള്ള പരിശ്രമം ചെയ്യുന്നു. അശരീരിയായാണ് ഞാൻ വന്നത്, അതിനാൽ അശരീരിയായി തന്നെ തിരിച്ചു പോകണം. ബാബ ശ്രീമതം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതും ഡ്രാമയുടെ പാർട്ടാണ്. ഡ്രാമയിൽ ബാബയുടെ പാർട്ടാണ്. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരിശ്രമം ചെയ്യുകയാണ്. ദേവതാക്കൾ പഠിപ്പിക്കുന്നില്ല, അതിനാൽ ദേവതകളെ ഓർമ്മിക്കേണ്ടതില്ല. ഞാൻ ഏത് ദേവതയുടെ പൂജയാണോ ചെയ്യുന്നത്, അവരുടെ രാജ്യത്തിൻ്റെ സ്ഥാപന വീണ്ടും നടക്കുന്നു. 5000 വർഷത്തിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഡ്രാമയുടെ ചക്രം പൂർത്തിയാവുന്നത്, അപ്പോൾ ബാബ വന്ന് ജ്ഞാനം നൽകുന്നു. പവിത്രമാകുന്നതിൽ ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. എനിക്ക് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറണം. പതിത പാവനനായ പിതാവിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് എന്നെ പാവനമാക്കൂ എന്ന്. ഞാനിപ്പോൾ പുണ്യാത്മാവായി മാറുകയാണ്. വിശ്വത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും ആവർത്തിക്കുന്നു. എൻ്റെ ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ബാബയെയും ചക്രത്തെയും ഓർമ്മിച്ചാൽ മാത്രം മതി. ടീച്ചറിനെയും ജ്ഞാനത്തെയും ഓർമ്മിച്ചോർമ്മിച്ച് ഡ്രാമ അനുസരിച്ച് കർമാതീത സ്ഥിതിയിലെത്തും. ഞാൻ അശരീരിയായി വന്നു, അശരീരിയായി തന്നെ തിരിച്ചു പോകണം. ആദ്യം ഞാൻ പവിത്ര പ്രവൃത്തി മാർഗത്തിലായിരുന്നു. ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. വീണ്ടും എനിക്ക് പവിത്രമാകണം. ബാബ സദാ പവിത്രമാണ്. ഇപ്പോൾ ശ്രീമതം നൽകുന്നതിനു വേണ്ടി വന്നിരിക്കുന്നു. മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ രഹസ്യവും ബാബ പറഞ്ഞു തരുന്നു. ബാബ പൂന്തോട്ടക്കാരനാണ്. ഇത് ഫസ്റ്റ് ക്ലാസ്സായ
ഈശ്വരീയ പൂന്തോട്ടമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചെകുത്താന്റെ പൂന്തോട്ടമാണ്. എനിക്കറിയാം, വിനാശത്തിലെല്ലാം നശിച്ചു പോകും. ചരിത്രം തീർച്ചയായും ആവർത്തിക്കും. ഭാരതം വീണ്ടും സ്വർഗമാകും. ബാബ വന്നിരിക്കുകയാണ് രാജയോഗം പഠിപ്പിക്കാൻ. കൽപ്പകൽപ്പത്തിൽ അനേകം തവണ ഞാൻ അധികാരിയായിട്ടുണ്ട്. മുഴുവൻ വിശ്വത്തിലും ലക്ഷ്മി നാരായണന്റെ രാജധാനിയായിരുന്നു. വിവേകശാലികളായിരുന്നു. ഈ ഡ്രാമ ഉണ്ടാക്കിയതാണ്, വീണ്ടും ആവർത്തിക്കുന്നു. ബാബ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു. കൽപ്പം മുമ്പ് മനസ്സിലാക്കിയവർ വീണ്ടും മനസ്സിലാക്കുന്നു. ഞാൻ സുദർശന ചക്രത്തെ ധാരണ ചെയ്ത് പാപങ്ങളെ ഭസ്മമാക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളാൽ ഒരു പാപവും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നു. കർമാതീതമായി മാറാൻ സ്വയം പരിശ്രമിക്കുന്നു. ബാബയെയും ജ്ഞാനത്തെയും ഓർമ്മിച്ച് കറയില്ലാതായിത്തീരുന്നു. സാക്ഷാത്കാരം കൊണ്ട് ലാഭമില്ല. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. മുഖത്തിലൂടെ സർവശ്രേഷ്ഠ പ്രാപ്തികളുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കൂ. വരദാനം കിട്ടിയ ആത്മാവിന് പരിശ്രമിക്കേണ്ടി വരില്ല. പ്രാപ്തി സ്വരൂപ ആത്മാക്കളാകുന്നു. സർവപ്രാപ്തികളുടെയും ലഹരിയിൽ കഴിഞ്ഞ് തന്റെ ഭാഗ്യം കാണിക്കുന്നു. അപ്പോൾ സഹജമായും ആകർഷിതമാകും. ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ഏകതയുടെയും സംഘടനയിൽ സഫലത അടങ്ങിയിരിക്കുന്നു. ഓം ശാന്തി.